ഹലോ ഗായ്സ്, എന്താണ് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് സെഫിക്ക് ഡേറ്റായി. ഇപ്പോൾ പെയിനൊക്കെ ആയിട്ട് വന്ന് അഡ്മിറ്റ് ആയതാണ്. ഇപ്പോൾ ഓക്കെ ആണ്. ബട്ട് ടൈം ആയപ്പോൾ അവൾ ലേബർ റൂമിലേക്ക് കയറുവാണ്. എന്തായാലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാനല്ല, എൻ്റെ താത്തയാണ്. ഞാൻ ആ സമയത്ത് ജോലി സ്ഥലത്താണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 11:30 കേട്ടോ ഞാൻ വന്നത്. ഞാൻ വന്നപ്പോഴേക്കും നസർത്താത്തയും അളയനും കുട്ടികളും, ഹുസ്നാത്തി ഫാറൂഖ് കുട്ടികളും, പിന്നെ കുടുംബക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലുമൊക്കെ പരിപാടി, ജനനാണെങ്കിലും മരണമാണെങ്കിലും കല്യാണമാണെങ്കിലും നമ്മൾ കുടുംബക്കാർ വിട്ടുള്ള ഒരു കളി ഇവിടെ ഇല്ല. കൂറ്റനാടുള്ള മോഡേൺ ഹോസ്പിറ്റലായിരുന്നു ഞങ്ങൾ കാണിച്ചത്. ഡോക്ടർ യശസ്വിനി മേഡമായിരുന്നു. മേഡത്തിന് ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം അടിപൊളിയാണ്, നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യും. ഒരു 9 മാസമൊക്കെ മുന്നേ ഞങ്ങൾ ഈ ട്വിൻസിനെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് അത്യാവശ്യം റീച്ചായി. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഷമീർ ഇവിടെ ഇല്ല, ഹസൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഈ ടൈമിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും പകുതി ഹാപ്പിയാണ്. ഇനിയും ബേബിയും കൂടി ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നുള്ളൂ. അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടൈം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 6 മണിക്കാണ് അവൾ ലേബർ റൂമിൽ കയറിയത്. എലക്ഷൻ ഡേയ്സ് ആയതുകൊണ്ടേ കുട്ടികൾക്കൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് അവർ വരുമ്പോൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആകെ ഒരു ജഗബോഗിയായിരുന്നു. മാത്രമല്ല മൂത്തുമ്മാൻ്റെ താത്ത, അനിയത്തി, 2 നാത്തൂന്മാർ, കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷമീറിൻ്റെ ഉമ്മ, ഉപ്പ, നാത്തൂന് അവരും ഉണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ടിട്ട് ചിലപ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ടാവും. എൻ്റെ കണ്ണിൻ്റെ മുകളിൽ 2 ദിവസമായി ഒരു കുരു വന്നിട്ട്, അപ്പോൾ അതിൻ്റെ വേദന ഉണ്ട് എൻ്റെ മുഖത്ത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് മിഠായിയൊക്കെ കിട്ടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബേബിനെയായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എസമോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. എസമോൾ സ്കൂളിലേക്ക് പോയിക്കായിരുന്നു. ഉമ്മയും ഉപ്പമ്മയും വീട്ടിലായിരുന്നു. അവർ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. പിന്നെ ഒരു 2:15 ആകുമ്പോഴാണ് സെഫീദ് പ്രസവിച്ചു എന്നുള്ള ഗുഡ് ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബേബീനെ തന്നു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും എന്താ ഇപ്പോൾ പറയുക, ഞങ്ങളുടെ ഫാമിലിയിലേക്ക് പുതിയൊരു അതിഥിയും കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ കുട്ടീനെ റൂമിലേക്ക് കൊടുന്നു. ഇപ്പോൾ പണ്ട് മുതലേ ഒരുള്ള ശീലമാണല്ലോ, കുട്ടി ജനിച്ച ഉടനെ തേനും വയമ്പ് കൊടുക്കണം, സംസം വെള്ളം കൊടുക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഞങ്ങൾ തേനും വയമ്പൊന്നും കൊടുത്തില്ല, പക്ഷെ ഞങ്ങൾ സംസം വെള്ളം കൊടുത്തായിരുന്നു. ഉപ്പയാണ് ചുവട്ടിൽ ബാങ്കൊക്കെ വിളിച്ചത് കേട്ടോ. ബാങ്ക് വിളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് വെള്ളം കൊടുത്തത്. വെള്ളം കൊടുത്തു എന്ന് പറയുമ്പോൾ വിരൽ തൊട്ട് കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. നമുക്കറിയാമല്ലോ കുട്ടികൾക്ക് അങ്ങനെ വെള്ളമൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്.
അതിനിടയിൽ ഷമീർ വിളിച്ചു കുട്ടിയുടെ ഡാഡി. അങ്ങനെ വീഡിയോ കോൾ വിളിച്ചിട്ട് അവനക്ക് കാണിച്ചു കൊടുത്തു. അവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇതാ കടയിൽ നിന്ന് നേരെ ഉപ്പ വന്നു കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ 10/12/2025 2:15 കുട്ടി ജനിച്ചു. 2.6 കിലോ ആയിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടീനെ ലേബർ റൂമിലേക്ക് തന്നെ കൊടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും താത്താരും കൂടി വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേ സെഫിനെ റൂമിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ ചവിട്ടിൽ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഞങ്ങൾ പേരിട്ടായിരുന്നു. ലുവാൻ എംറിക്ക് എന്നാണ് കേട്ടോ പേരുണ്ടായിരുന്നത്. പേര് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ ഹോസ്പിറ്റൽ ഡേയ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ഇതിനേക്കാളും സൂപ്പറായിട്ട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.